ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല, അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായി ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്, അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു, ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല, ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പഠിച്ചവനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് വഴിപ്പെടാത്തവരെയൊക്കെ കൊല്ലുക എന്നത് അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെ പലരെയും പല ഭരണാധികാരികളെയും ചരിത്രത്തിൽ അമേരിക്ക കൊന്നിട്ടുണ്ട്. അവരുടെ ചരിത്രവും ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ പ്രഭാഷണം മധ്യേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലി ഖംനായി എന്ന ആൾ കേവലം ഒരു രാഷ്ട്രീയ നേതാവോ കേവലം ഒരു ഭരണാധികാരിയോ അല്ല. പകരം അത് മുസ്ലിം ലോകത്തെ രണ്ടാമത്തെ വിഭാഗമായ അഹ്ലുസുന്ന കഴിഞ്ഞാൽ പിന്നെ ഉള്ള വിഭാഗം ഷിയാക്കളാണ്. അതൊരു പ്രബല വിഭാഗവുമാണ്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രബല കക്ഷിയാണ്. അവരുടെ കേവലമുള്ള രാഷ്ട്രീയ നേതാവല്ല അലി ഖംനായി, പകരം അവരുടെ ആത്മീയ നേതാവാണ്. അങ്ങനെ വരുമ്പോൾ വലിയ ദുരന്തങ്ങളുണ്ടാവും. ആ ദുരന്തങ്ങളെ പരിഹരിക്കാൻ, ആ ദുരന്തങ്ങൾ മുഴുവനും അനുഭവിക്കേണ്ടി വരിക മുസ്ലിം ലോകം തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രൊപ്പഗണ്ടയും ഒരു യാഥാർത്ഥ്യവും ഉണ്ട്. എന്താണ് പ്രൊപ്പഗണ്ട? മുസ്ലിം ലോകം മുഴുവനും അമേരിക്കയുടെ കൂടെയാണ്, ഇസ്രായേലിൻ്റെയും. മുസ്ലിം ലോകം മുഴുവനും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കൂടെയാണ്. മുസ്ലിം ലോക നേതാക്കളെല്ലാം ഇസ്രായേലിൻ്റെ കൂടെയുമാണ് എന്നത് ഒരു പ്രൊപ്പഗണ്ടയും ഒരു യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെ മേൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങൾ തന്നെയാണ് സത്യത്തിൽ അമേരിക്കയുടെ ആവശ്യവും. എന്താ അമേരിക്കയുടെ ആവശ്യം? അശാന്തമായ സാഹചര്യം പേർഷ്യൻ ഗൾഫിൽ നിലനിർത്തുക. എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യത്തെ മുസ്ലിം രാജ്യങ്ങൾ നിർബന്ധിച്ച് ക്ഷണിച്ചു വരുത്തും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെ തുച്ഛമായ വിലക്ക് എണ്ണ കൈക്കലാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എണ്ണയാണ്. ഇറാൻ്റെ പ്രത്യേകതയും നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ കണ്ടെടുക്കുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്, അത് ഇറാനിലാണ്. ലോകത്തെ ആദ്യമായി ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ കണ്ടെടുത്തത് ഇറാനിലാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയുമായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു പൊളിറ്റിക്സും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പൊളിറ്റിക്സ്? നമ്മൾ ഷിയാക്കൾ ഒരു മോശപ്പെട്ട വിഭാഗമാണ്. ഷിയാക്കൾ നമ്മുടെ മദ്ഹബിനും രീതിക്കും അഖീദക്കും എതിരായ ഒരു വിഭാഗമാണ്. അതിൽ തർക്കമില്ല, അവിടെ പ്രശ്നമില്ല. പക്ഷേ മുസ്ലിം ലോകം എക്കാലത്തും അവരുടെ അഖീദയെക്കുറിച്ചും അവരുടെ രീതികളെയും ഫിഖ്ഹിനെക്കുറിച്ചും പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും പൊതുജനം അത് ബോധ്യപ്പെടുകയും അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു വന്നിട്ടുണ്ട് നൂറ്റാണ്ടുകൾ അനവധിയായി. അതായത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു ജനതയാണ്. അവരുമായി 13 നൂറ്റാണ്ട് കാലം വലിയ ശത്രുതയും എന്നും ഇല്ലാതെ പൊരുത്തപ്പെട്ടു വരികയായിരുന്നു മുസ്ലിം ലോകം. ശത്രുതയില്ല, പക്ഷേ വിഭാഗീയത ഉണ്ട്. എപ്പോഴെല്ലാം അഹ്ലുസുന്നയിലേക്ക് അവർ കയറി അവരുടെ വിഭാഗത്തെ പരിപോഷിപ്പിക്കാനും വളർത്താനും ശ്രമിച്ചുവോ അപ്പോൾ മാത്രമാണ് ഭരണാധികാരികൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ ഉസ്മാനികൾ ഇടപെട്ട ചരിത്രം കാണാൻ കഴിയും. മറ്റുള്ള ഭരണാധികാരികൾ ചിലരും അങ്ങനെ അവർ മുസ്ലിം ലോകത്ത് സുന്നി ലോകത്ത് കയറി സുന്നികളുടെ അഖീദ അവരുടെ വികലമായ വീക്ഷണങ്ങളും അഖീദയും ഫിഖ്ഹും
സുന്നി മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമ്മുടെ പണ്ഡിതന്മാരും ഭരണാധികാരികളും ഇടപെട്ടുകയും അവരെ ഒതുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ കാണാൻ കഴിയും. അതേസമയത്ത് പരിധി വിട്ട ഒരു ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ശത്രുതയും ഒരു പ്രൊപ്പഗണ്ടയും പ്രചാരണങ്ങളും ആക്ഷേപിക്കലും എപ്പോൾ വന്നു? അതിന് അടിസ്ഥാന കാരണം 1979 1979 വരെയും ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, അതായത് 932 വഹാബിയത്ത് ഹിജാസിൽ കയറുകയും ഹിജാസും മാഹൗലും അവർ പിടിച്ചടക്കുകയും ചെയ്തു 932. എന്നിട്ട് അവർ പരസ്പരം സഹകരിച്ചു. ഇവിടുത്തെ ഭരണാധികാരികൾ, സൗദി ഭരണാധികാരി അങ്ങോട്ട് പോയി, അവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങോട്ട് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും അവർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും എല്ലാം വളരെ ശക്തവും ദൃഢവുമായിട്ട് 979 വരെ നിലനിന്നിട്ടുണ്ട്. അതിന് സൂര്യപ്രകാശം പോലെ കണ്ണുയർത്തി നോക്കുന്നവർക്ക് ചരിത്രം കാണാൻ കഴിയും. പിന്നെന്താ സംഭവിച്ചത്? പക്ഷെ അപ്പോൾ ഭരണാധികാരികൾ ആരായിരുന്നു? ഷിയാക്കൾ തന്നെ. പക്ഷെ ഭരണാധികാരികൾ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളായിരുന്നു 1979 വരെ. അപ്പോൾ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലത്തെ പ്രൊപ്പഗണ്ടകൾ അടിച്ചു പരത്തുകയോ പ്രചരിപ്പിക്കുകയോ യുദ്ധം ചെയ്യുകയോ അവർക്കിടെ ഇറാനും സൗദിയും തമ്മിൽ യുദ്ധമുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ തമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിന്മേൽ ദേഷ്യപ്പെടും. അവർ പറയുന്ന ആൾക്കത് പറയാനൊരവസരം കൊടുക്കില്ല. എന്താണ് ആളുകൾ ദേഷ്യപ്പെടാനുള്ള കാരണം? ആളുകൾക്ക് ഇഷ്ടമുള്ള തന്നെ നമ്മൾ പറയണം, അത് നടക്കില്ല. ഒരു പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് പറയുകയാണ്. ഇത് നിങ്ങൾ പഠിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്, സത്യമാണ്. നിങ്ങൾ 1000 കൊല്ലത്തിലേക്ക് പോകണ്ട. നിങ്ങൾ 932 മംലക്കത്തുൽ അറബിയത്തു സഊദിയ എന്ന രാജ്യം ഉണ്ടാകുന്നത്. എന്ന ഒരു പൊളിറ്റിക്സിൽ, വഹാബി പൊളിറ്റിക്സിൽ ഹിജാസ് ഒരു പുതിയ രൂപത്തിലേക്ക് വരുന്നത് 932 കൂടിയാണ്. 924 ഹിജാസിൽ അല്ല അവർ അധികാരം നേടുന്നുണ്ടെങ്കിലും അവർ ഒരു ഭരണകൂടമായി പ്രഖ്യാപിച്ച് അവരുടെ ഒരു പേര് ഉണ്ടാക്കി, കൊടിയുണ്ടായി, എല്ലാം ഉണ്ടായി, വൃത്തിയായി ഒരു രാഷ്ട്രമായി സംവിധാനിക്കപ്പെടുന്നത് 932 ഈ 932 മുതൽ 979 വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗദിയും ഇറാനും സഹോദരന്മാർ ആയിട്ടാണ് പോയത്. അത് ജ്യേഷ്ഠൻ അനുജൻ എന്ന ബന്ധമാണ്. അതായത് അവിടെ ഇറാനിലെ ഭരണാധികാരികളുടെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരുണ്ടെങ്കിൽ ഒരു സൗദികൾ രാജാക്കന്മാർ അവിടെ പോയി പങ്കെടുക്കും. ഇവിടെ എന്തെങ്കിലും സൽക്കാരുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് പങ്കെടുക്കും. വളരെ വലിയ ബന്ധത്തിലാണ്. എണ്ണയുടെ രാജ്യങ്ങൾ, ഒപെക് രാജ്യങ്ങൾ വന്നു പിൽക്കാലഘട്ടത്തിൽ. എന്തിനു ശേഷം എണ്ണ വന്നപ്പോൾ ഒപെക് രാജ്യങ്ങളുടെ ഒരു ശൃംഖലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായി 2 പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഒപെക്കിലുള്ളത്. ഒന്ന് ഇറാനും ഒന്ന് സൗദിയും. വളരെ വലിയ ബന്ധത്തിലായിരുന്നു ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട്? ഇവർക്കിടയിൽ ഒരാളുണ്ട്. ആര്? അമേരിക്ക. വളരെ വലിയ സുഖത്തിനും ഇത് നിങ്ങൾ ആരും പഠിക്കൂല. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ആരും പഠിക്കൂല. ഇന്നീ പറയുന്ന ആളുകളൊക്കെ പമ്പര വിഡ്ഢികളാണ്. അവരെ ചരിത്രം പഠിക്കണില്ല. അത് 1000 കൊല്ലത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട. നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ചരിത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ 979 ജീവിച്ച എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? 73 ആണെങ്കിൽ താങ്കൾ ജനിച്ചിട്ട് 6 കൊല്ലം വരെയും ഇവർ തമ്മിൽ സൗഹൃദത്തിൽ തന്നെയാണ് കഴിഞ്ഞു വന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? 94. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അന്തല്ലേ. മുസൂറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? ജനിച്ചെന്നെ 79. അതന്നെ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതായത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു. 86. നിങ്ങൾ ചിന്തിക്കണം, അത് പഠിക്കണം. ഇന്ന ചീത്ത പറഞ്ഞാൽ നിങ്ങളെ ആഹ്റനാശാവുന്നല്ലാതെ എന്താ കിട്ടുക? നിങ്ങൾ സത്യസന്ധമായി പഠിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തും
എവിടെ പേച്ചാൽ ഞാൻ തെറ്റുറ്റി പോയതാന്ന് പറയും. നിങ്ങൾ സഹിക്കേ മതിയാവും. കാരണം ഒരു കാര്യം പഠിക്കുമ്പോൾ സഹിക്കണം. ഇത് കാരണം നിങ്ങൾക്കിഷ്ടമല്ലാവില്ല ഞാൻ പറയാം. ഇനിയിപ്പോൾ ഇതൊന്നല്ല പറയാൻ പോകുന്നത്, ഇതിനേക്കാൾ ഭയാനകമായ വിഷയങ്ങൾ വരാൻ പോകുന്നുണ്ട്. യുദ്ധത്തിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവും, പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പകക്ക് പരിധി ഉണ്ടാവില്ല, യുദ്ധത്തിന് പരിധി ഉണ്ടാവും, പകക്ക് പരിധി ഉണ്ടാവില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ ബാപ്പയെ ഇയാൾ ആക്ഷേപിച്ചത് സങ്കല്പിക്കുക. നിങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം കൂടിയപ്പോൾ നിങ്ങളെ ബാപ്പയെ അവനെ ആക്ഷേപിച്ചു. അപ്പം നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നപ്പോൾ അവന് ഓൻ്റെ ആളുകൾ കൂടി നിങ്ങളടിച്ചു. തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പുറകോട്ട് വന്നു. തീർന്നിട്ടില്ല. അവിടെ പ്രശ്നം. നിങ്ങളൊരു സന്ദർഭത്തിൽ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും, പക്ഷെ നിങ്ങളെ പകക്ക് പരിധി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബാപ്പ എന്നുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആളാണ്. നിങ്ങളെ ബാപ്പാൻ ആക്ഷേപിച്ചാൽ, നിങ്ങളെ പകക്ക് പരിധിയില്ല, നിങ്ങളുടെ അടിക്ക് പരിധിയുണ്ട്. അവൻ്റെ ആളുകളും ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പക്ഷെ അവസാനിക്കൂല, പക അവസാനിക്കൂല. ഇവിടെ പകയാണ് ഇവർക്ക് ആവശ്യം, അടിയല്ല. നിങ്ങളൊക്കെ അന്തം കമ്മിയാണ്. പക്ഷെ ഇത്ര യങ്ങായങ്ങളൊക്കെ എങ്ങനെ അന്തം കമ്മിയായിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല പിന്നെ ഇന്നെപ്പോലത്തെ താടി നരച്ചാലൊക്കെ അന്തം കമ്മിയാണ്. ഇപ്പോഴത്തെ യുവാക്കൾ മൊത്തം അന്തം കമ്മിയാണ്. ഒരു വിവരമില്ല, ചിന്തയില്ല. എന്താ മുന്ന് കേൾക്കുക, അതാണ് മുന്ന്. എന്താ പത്രത്തിൽ വരുന്ന അത് വീഴുന്നത്. പത്രമൊക്കെ അമേരിക്ക അടിച്ചു വിടുന്നാടോ. എല്ലാ പത്രം അമേരിക്ക അടിച്ചു വിടുന്ന. നിങ്ങൾക്കതറിയോ? എല്ലാ പത്രവും കളവാ, സത്യമായ ഒരു പത്രമില്ല. സത്യമായ ഒരു പത്രവും ഇല്ല. എന്ത് പത്രം? എവിടുത്തെ പത്രം? ഏത് പത്രം? പത്രം നേരോ? ഭൂമിയിൽ ഇപ്പോൾ നടത്തുന്ന മലക്കുകൾ, അള്ളാഹു തആല ഭൂമിക്ക് മലക്കുകൾ പറഞ്ഞയച്ചു. എന്നിട്ട് അവർ മനുഷ്യകുലത്തിൽ വന്ന് പത്രം നടത്താൻ ആ പത്രം കൊണ്ടായിരിക്കും. വാർത്ത ഇവിടുത്തെ കുഞ്ഞിമേമത് മരിച്ചു, മറ്റേ അത്തമൂലിയർ മരിച്ചു എന്നുള്ളതല്ലേ പത്രത്തിൽ എഴുതുന്നത്. അത് മാത്രമാണ് നേരെ, ബാക്കിയൊക്കെ നുണയാണ്. അതിൻ്റെ പ്രാദേശിക വാർത്തകൾ മാത്രമാണ് പത്രത്തിൽ നേര്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാർത്തകൾ ആര് കൊടുക്കണം? റോയിട്ടറും PTയും കൊടുക്കണം. ഈ സാധനം എന്താ? ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി മുഴുവനും ആരുടേതാണ്? ആരുടേതാണ്? ബ്രിട്ടൻ്റെ, അമേരിക്കയുടെ. നിങ്ങളെന്താ വിചാരിച്ചേ? ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡിത്തരം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിൽ നേര് ഇറക്കാൻ വേണ്ടിയിട്ടൊരു പത്രം ഇറക്കൽ നടക്കൂല. ഒരു പാർട്ടിയെ നിലനിർത്താൻ, ആ പാർട്ടിയെ പെരുപ്പിക്കാൻ മാത്രം പത്രത്തിൻ്റെ ജോലി. എന്തല്ല സത്യം പുറത്തുകൊണ്ടുവരാൻ പത്രത്തിന് ഒരിക്കലും കഴിയില്ല. ഇമ്പോസിബിൾ. അത് നിങ്ങളെ മുന്നിലുള്ള ആളുകൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇന്ന് കാണുന്ന പത്രങ്ങൾ മൊത്തം അത് മാതൃഭൂമി കൊടുക്കും. മാതൃഭൂമിക്ക് എവിടുന്നാണ് ന്യൂസ് കിട്ടുന്നത്? അവിടുന്ന് തന്നെ മനോരമ കിട്ടുന്നത്, അവിടുന്ന് തന്നെ മാധ്യമത്തിന് കിട്ടുന്നത്, അവിടുന്ന് തന്നെ സുപ്രഭാതത്തിന് കിട്ടുന്നത്, അവിടുന്ന് തന്നെ ചന്ദ്രികയ്ക്ക് കിട്ടുന്നത്, അവിടുന്ന് തന്നെ വീക്ഷണത്തിന് കിട്ടുന്നത്, അവിടുന്ന് തന്നെ കേരള കൗമുദിക്ക് കിട്ടുന്നത്, അവിടുന്ന് തന്നെ ജന്മഭൂമിക്ക് കിട്ടുന്നത്, അവിടുന്ന് തന്നെ ദേശാഭിമാനിക്ക് കിട്ടുന്നത്. വാർത്തകൾ മൊത്തം ലോക വാർത്തകൾ. മറ്റേപ്പുറത്തെ കുഞ്ഞുമേമത് മരിച്ചു നല്ലതല്ലേ, അതിപ്പോ ഫോൺ ചെയ്താൽ പോലെ. കുഞ്ഞുമേമതും അമ്മത്തൻ്റെ ആയിനും മരിച്ചു എന്നുള്ളതല്ലേ ഇപ്പൊ പത്രത്തിലെ വരുന്ന ആകെ നേരെ ചരമക്കോള. അത് മനോരമയിലെ ചരമകോളവും മാതൃഭൂമിയിലെ ചരമകോളവും സുപ്രഭാതത്തിനും ചന്ദ്രികൻ്റെ ചരമകോളവും ഏകദേശം വ്യത്യാസം ഉണ്ടാവും. അപ്പം പത്രം എടുത്താൽ ആകെ നേരെ അറിയണമെങ്കിൽ ചരമകോളം നോക്കുക, അത് നേരെ ഇരിക്കും. ഇന്റർനാഷണൽ വാർത്ത ഒന്നാ, അതാര് കൊടുക്കണം? അത് റോയിട്ടർ കൊടുക്കണം. അതേതാ? അത് ജൂത ഏജൻസിയാ. ബാക്കി നിങ്ങളെ പിന്നെ അപ്പം പത്രം കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കാൻ കഴിയുക? നിങ്ങളെ സംഘടന വളർത്താൻ നേരെ പഠിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം ദേശാഭിമാനി എന്ത് പറഞ്ഞു? നേരെ അറിയാൻ, നേരത്തെ അറിയാൻ. നേരെ അറിയാൻ, നേരത്തെ അറിയാൻ. എന്താ പറയണത്? ഒരു നേരം ഒരു ദേശാഭിമാനിയുടെ വാർത്ത എവിടെ കിട്ടിയതാണ്? റോയിട്ടർ കൊടുത്തതാണ്. ഇന്റർനാഷണൽ സയനിസ്റ്റ് ഏജൻസി. അവിടുന്ന് തന്നെയാണ് മനോരമ കിട്ടിയത്. അവിടുന്ന് തന്നെയാണ് ആർക്ക് കിട്ടിയത്?
ചന്ദ്രനെ കിട്ടിയത് അവിടുന്ന് തന്നെയാണ് സിറാജിനിട്ട്, അവിടുന്ന് തന്നെ സുപ്രഭാതത്തിനിട്ട്, അവിടുന്ന് തന്നെ മാധ്യമത്തിനിട്ട്, അവിടുന്ന് തന്നെ വീക്ഷണത്തിന് എല്ലാം. അത്രേ അർത്ഥമുള്ളൂ, അത്രേ അർത്ഥമുള്ളൂ. അവരുടെ ന്യൂസ് ഏതാണ്? അവർ കൊടുക്കുന്ന ന്യൂസ്. അതായത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വിവരം എൻ്റെ അടുത്ത് ഇന്ന് വെളുപ്പിനില്ലാത്തത് കൊണ്ടല്ല. കാരണം അമേരിക്ക ചിലപ്പോൾ പ്രൊപ്പഗണ്ട പടച്ചുവിടും. ഇറാൻ സ്ഥിരീകരിച്ചാൽ ഓക്കെ. കാരണം സ്ഥിരീകരിക്കേണ്ടി വരും, മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ. നിങ്ങൾ വിചാരിച്ചതല്ല ഈ ലോകം മഹ്ദി ഇമാമിനല്ലാതെ നന്നാക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അത് നിങ്ങളോട് പറയും, നിങ്ങളെ നേതാക്കന്മാർ പറയും നമ്മൾ നന്നായി, അതൊക്കെ ഒരു ഭൂലോക വിഡ്ഢികളായതുകൊണ്ടാണ്. നിങ്ങളെ നേതാക്കന്മാർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ മുസ്ലിം നേതാക്കന്മാർ, ഭൂലോക വിഡ്ഢികൾ. വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. എന്തുകൊണ്ട്? ഉറപ്പ് വിഡ്ഢികൾ, ഭൂലോക വിഡ്ഢികൾ. ഇത് നന്നാക്കാൻ നിനക്ക് കഴിയൂല, അതിനൊരാൾ വരാനുണ്ട്. എന്തുകൊണ്ട്? ഇത് നന്നാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്താണ്, എൻ്റെ ഉള്ളിലേ നന്നാക്കാൻ കഴിയൂ. ഉദാഹരണം പറയാം, ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പോലെയാണ്. ഇംഗ്ലീഷ് മരുന്നിന് അലോപ്പതിൻ്റെ ദോഷം ഉണ്ടാവും. അലോപ്പതി ആരോഗ്യത്തിനുള്ള ശാസ്ത്രമല്ല, മുട്ടുശാന്തിയാണ്. തിരിഞ്ഞിട്ടില്ല. അലോപ്പതി ഗുളിക കുടിച്ചിട്ട് ഒരാൾക്കൊരു ആരോഗ്യം ഉണ്ടാവില്ല. അലോപ്പതി മുട്ടുശാന്തിയാണ്. അലോപ്പതിയിൽ എന്തേ ഉണ്ടാവുള്ളൂ? അലോപ്പതിയിൽ തലവേദന, കഴുത്തുവേദനയാവും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് കാലം ഒളിച്ചു നിന്നിട്ട് ഇതിനേക്കാൾ വലിയതായിട്ട് തുടങ്ങും. കാരണം അലോപ്പതി എന്തല്ല? അലോപ്പതി എന്തല്ല? ഔഷധമല്ല, മുട്ടുശാന്തിയാണ്. അലോപ്പതി ഔഷധമേ അല്ല, അലോപ്പതി കെമിക്കലാണ്. ആയുർവേദമാണെങ്കിൽ ഔഷധമാണ്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ആയുർവേദവും എന്തായി? അലോപ്പതി ഗുളിക പൊടിച്ചിട്ടാണ്. ഇപ്പൊ സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല. സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ലല്ലോ. പണ്ഡിതന്മാരുണ്ട്, അത്രേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ച്. അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്, അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക് ക്രിസ്ത്യാനികൾക്കൊരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റുകയെന്ന് പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അതവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവരെ എന്താണ്, വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. മനസ്സിലാണ്ട്? ഒരു കാലത്ത് ഖലീഫമാരുണ്ടായിരുന്നു. ഖിലാഫത്ത് 900-ന്റെ തുടക്കത്തിൽ തകർന്നു. പിന്നെ അങ്ങനെ ഇല്ല. അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാറിഞ്ഞാൽ പക അവസാനിക്കൂല, അവസാനിക്കില്ല പക. അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനി അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ, ഒരു രാജ്യത്തോട് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN. മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിൻ്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കുകയില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള
മിലിറ്ററി ബേസുകൾ അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തോ മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷ മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ശിഷ്യാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പകണ്ട്, പക ഇരട്ടിക്കുന്നു പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല, അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്, അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു, ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പടച്ചോനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്. മനുഷ്യന് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. സത്യത്തിൽ പണ്ട അവസ്ഥയില്ല. ആ അവസ്ഥ തന്നെ തകിടം മറിച്ചൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടുന്നത് ആ നാട് നിന്നാണ്. അതിന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളത് കച്ചവടം ഓക്കെ. അതിനപ്പുറം തൊഴിൽ എന്ന് പറഞ്ഞത് പരിധി വിട്ട തൊഴിൽ വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മടങ്ങി വരാൻ കഴിയണം, അതിന് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ നൽകിയ ഒരു അസാബാണ് എന്ത്? ഗൾഫ് ജോലി. ഗൾഫ് ജോലി ഒരു അസാബാണ്. അതൊരിക്കലും ഒരു അനുഗ്രഹമല്ല. ഈ ഗൾഫുകാർക്കും കൂടി ഇന്നോട് ദേഷ്യം ഇരട്ടിയാവും. കാരണം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം. അങ്ങനെ പല പ്രശ്നം ഉണ്ടായാലും ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നങ്ങൾ.